ഒംനിവേഴ്സിലെ ഫ്യൂച്ചർ ബെൻഡൻഡോസിന്റെ ബയോമെട്രിക്സ് കൊണ്ടുള്ള ഗാൽവനിക് മെക്കമോർഫ് സ്പീഷ്യസ് ആയ അപ്ഗ്രേഡിന്റെയും പ്ലാഞ്ചക്കൽ സ്പീഷ്യസ് ആയ ജൂറിഗിന്റെയും DNA കോമ്പിനേഷൻ ചെയ്തുകൊണ്ടുള്ള ഒരു ഫ്യൂഷൻ ഏലിയനാണ് അപ്രിഗ്. ടെക്നോളജിക്കൽ ഗ്രെംലിൻ മോഡൽ ലുക്കുള്ള ഇവർക്ക് അപ്ഗ്രേഡിന്റെ സർക്യൂട്ട് പാറ്റേൺ കൊണ്ടുള്ള ജൂറിഗിന്റെ ടൈപ്പ് ബോഡിയാണുള്ളത്. ജൂറിഗിനേക്കാൾ വട്ടത്തിലുള്ള കൈയും കാലും കൂടാതെ പോയിന്റർ ടൈപ്പിലുള്ള ചെവിയും മൂക്കുമുള്ള ഇവർക്ക് ഡബിൾ ടിപ്പിന് പകരം വാലിന്റെ അറ്റത്തായി ഫീഡ്ബാക്കിനോട് സിമിലർ ആയ പ്ലഗ് ആണുള്ളത്. സൂപ്പർ ഇന്റലിജൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഏതൊരു മെക്കാനിക്കൽ വസ്തുക്കൾ വെച്ചും പുതിയ പുതിയ സാധനങ്ങൾ ഉണ്ടാക്കാനും പറ്റുന്ന ഇവർക്ക് വെപ്പൻസും മെഷീൻസും ഒക്കെ ഉണ്ടാക്കലാണ് മെയിൻ പവർ എന്നതുകൊണ്ട് തന്നെ വേസ്റ്റിൽ നിന്ന് വരെ പുതിയ ടൈപ്പ് സാധനങ്ങൾ ഉണ്ടാക്കാൻ ഇവർക്ക് പറ്റും. ഇതുകൂടാതെ അപ്ഗ്രേഡിനെ പോലെ ഇലാസ്റ്റിസിറ്റിയുള്ള വലിയ ഡിസ്റ്റൻസിലേക്ക് വരെ വലിച്ചു നീട്ടാനും പഴയതുപോലെ ആക്കാനും പറ്റുന്ന സ്ട്രെച്ചബിൾ ബോഡിയാണ് ഇവർക്കുള്ളത് എന്നതുകൊണ്ട് തന്നെ അവരെ പോലെ തന്നെ മെഷീൻസിൽ മെർജ് ചെയ്തുകൊണ്ട് അത് അപ്ഗ്രേഡ് ചെയ്ത് ഒരു പവർഫുൾ വെപ്പൺ ആക്കി മാറ്റാനും ഇവർക്ക് പറ്റും. അതുപോലെ തന്നെ ടൈം സൈക്കിൾസ് ഒക്കെ ഉണ്ടാക്കിയതുപോലെ ടെക്നോളജിയെ കൂടുതൽ ഇംപ്രൂവ് ചെയ്യാനും മോഡിഫൈ ചെയ്തെടുക്കാനും പറ്റുന്ന ഇവർക്ക് ജൂറിഗിന്റേതുപോലത്തെ സെയിം പേഴ്സണാലിറ്റി തന്നെ ഉള്ളതുകൊണ്ട് മെഷീൻസ് ഒക്കെ നശിപ്പിക്കുമ്പോഴും തിരിച്ച് നന്നാക്കുമ്പോഴും ഫ്രാന്ത് പിടിച്ചതുപോലെ കിടന്നു ചിരിക്കും. കൂടാതെ ഹൈ ലെവലിൽ റീജനറേഷൻ ഹീലിംഗ് ഫാക്ടർ ഉള്ള ഇവരെ പല പാർട്സ് ആക്കി മാറ്റിയാലും അപ്ഗ്രേഡിനെ പോലെ തന്നെ ഇവർക്ക് വീണ്ടും പഴയതുപോലെ ആകാനും പറ്റും. നോർമലി ഇവരുടെ വീക്ക്നെസ് അങ്ങനെ എടുത്ത് കാണിച്ചിട്ടില്ലെങ്കിലും ഇലക്ട്രിസിറ്റിയോട് തന്നെ വൾണറബിൾ ആയവർക്ക് അപ്ഗ്രേഡിന്റെ ബോഡിയാണ് ഉള്ളത് എന്നതുകൊണ്ട് തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് പൾസിനോടും ഇവർ വീക്ക്നെസ് ആണെന്നും പറയാം.